ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ സമീപിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കുന്നത് വീണ്ടും മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിലാണ് എ പത്മകുമാർ സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളിയത്. പ്രസിഡന്റായിരുന്ന തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിലുൾപ്പെടെ പത്മകുമാറിന് നിർണായക പങ്കുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. അപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കുന്നത് വീണ്ടും മാറ്റി. ഇന്ന് മൊഴിയെടുക്കുന്നതിലെ ചെന്നിത്തലയുടെ അസൗകര്യം കണക്കിലെടുത്താണ് ഞായറാഴ്ചത്തേക്ക് മാറ്റിയത്. സ്വർണ്ണക്കൊള്ളയിൽ 500 കോടിയുടെ ഇടപാടാണ് നടന്നതെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിൽ 15-ന് വിധി പറയും. മീഡിയ 1 കൊല്ലം.